മേഘ, നമ്മുടെ കെ ശൈലജ ടീച്ചർ ഇപ്പോൾ ഒരു പുതിയ ക്യാപ്സ്യൂളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് PM ശ്രീ പദ്ധതിയിൽ LDF തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു പദ്ധതിയിൽ അല്ലെങ്കിൽ ഈ ഒരു കരാറിൽ ഒപ്പിട്ടതിൽ യാതൊരുവിധ റോങ്ങും ഇല്ലെന്നാണ് ഇപ്പോൾ ശൈലജ ടീച്ചറുടെ ക്യാപ്സ്യൂൾ. സാധാരണ സൈബർ പോരാളികൾ ഇതുപോലെ ക്യാപ്സ്യൂളുമായിട്ട് വരുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഇതുപോലൊരു മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗം ഈ ഒരു ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ PM ശ്രീ പദ്ധതിയെ ന്യായീകരിക്കുന്ന ആദ്യമായിട്ട് കാണുന്നു. ആഷിഖ്, CPM-ന്റെ സംഘടനാ സംവിധാനം ആഷിഖിന് അറിയില്ലേ? ക്യാപ്സ്യൂൾ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ഒരു വിഭാഗം ആൾക്കാരുടെ മാത്രം ഉത്തരവാദിത്തമല്ല. അത് ഈ പറഞ്ഞ കൊടി പിടിച്ചു തുടങ്ങിയ SFI കാലം മുതൽ അങ്ങ് പിണറായി വിജയൻ വരെ ക്യാപ്സ്യൂൾ ഉണ്ടാക്കാൻ ഒരുപോലെ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുമ്പോൾ, നാട്ടിൽ ഏതൊരു സംഭവം ഉണ്ടായാലും നമുക്കറിയുന്ന, ഇപ്പോൾ ആഷിഖിന് പേഴ്സണലി അറിയുന്ന ഏതെങ്കിലും സഖാവിനോട് വെറുതെ ഒന്ന് സംസാരിച്ച് നോക്കണം, ഈ പറഞ്ഞ ക്യാപ്സ്യൂൾ ആയിരിക്കും ആ വ്യക്തി പറയുക. അപ്പം നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കും ഇത് വല്ല വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ വരുന്നതായിരിക്കും, ഇത് വായിച്ച് പഠിച്ചൊക്കെ പറയുന്നതായിരിക്കും. പക്ഷെ അല്ല, ഇവരെല്ലാം ഈക്വലി കേപ്പബിൾ ആണ് ഈ പറഞ്ഞ ക്യാപ്സ്യൂൾ ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഈ പറഞ്ഞ കെ ശൈലജ ടീച്ചർ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമാണെന്നൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനൊക്കെ തോറ്റല്ലോ. അപ്പോൾ കെ ശൈലജ ടീച്ചർ പറയുന്ന ക്യാപ്സ്യൂളുകൾ സ്വാഭാവികം മാത്രമാണ്. പിന്നെ PM ശ്രീ പദ്ധതിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ CPM എന്നല്ല, CPM-ന് വോട്ട് ചെയ്യുന്നവർക്ക് പോലും പറയാൻ യോഗ്യതയില്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. PM ശ്രീയിൽ ഒപ്പിട്ടത് എങ്ങനെയാണ്? ഇപ്പോൾ സാധാരണഗതിയിൽ പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി പാർട്ടിക്കാർക്കെങ്കിലും ഒരു ഗ്രാഹ്യമുണ്ടാകും. പക്ഷേ PM ശ്രീയിൽ ഒപ്പിടാൻ നേരത്ത് ആകെ 3 പേരെ അറിഞ്ഞിട്ടുള്ളൂ. ഒന്ന് മോദി, ഒന്ന് പിണറായി വിജയൻ, ഒന്ന് ശിവൻകുട്ടി. ഈ പറയുന്ന കെ ശൈലജ ടീച്ചർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു പദ്ധതിയിൽ ഒപ്പിട്ടു എന്നുള്ളത്. അതെ, ചിലപ്പോൾ TV-യിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് ചാനലൊക്കെ മാറ്റുമ്പോഴായിരിക്കും ഒപ്പിട്ടു. ചിലപ്പോ കൈരളി അല്ലെങ്കിൽ കൈരളിയിലൂടെ ആയിരിക്കും അറിഞ്ഞു കാണുക. അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. LDF-ന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഘടകകക്ഷിയായ CPI-യുടെ നേതാവ് ബിനോയ് വിശ്വം ഇതിനെ ഭയങ്കരമായി എതിർക്കുന്നു. കാരണം ഒരു ബേസിക് റെസ്പെക്ട് വേണ്ടേ? ഇപ്പോൾ ഞാനും ആഷിഖ് ഇവിടെ ഇരിക്കുന്നു, ആഷിഖിനോട് ഞാൻ അഭിപ്രായം ചോദിക്കാതെ ഓഫീസ് പരമായിട്ട് നമ്മളെ രണ്ടുപേരെ എഫക്ട് ചെയ്യുന്ന ഒരു തീരുമാനം എടുത്തതിന് ശേഷം ഞാൻ വന്ന് പറയുമ്പോൾ ആഷിഖിന് സ്വാഭാവികമായിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നുമല്ലോ. അപ്പോൾ ചോദിക്കുപോലും ചെയ്യാതെ, ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം എടുക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് ബിനോയ് വിശ്വം അറിയിക്കുന്നു. കുറേ ചർച്ചകളൊക്കെ അവർ തമ്മിൽ നടത്തുന്നുണ്ടെങ്കിലും ബിനോയ് വിശ്വം സ്വന്തം സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ചെയ്തത്? ഈ സർക്കാർ പറയുന്നു ഞങ്ങൾ ഇത് നിർത്തലാക്കാൻ പോവുകയാണെന്ന് കേന്ദ്രത്തിന് കത്തയക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. PM ശ്രീ എന്ന ബുക്ക് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം VD സതീശൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് PM ശ്രീ ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അറിയുന്നത്. എന്താണ് പറഞ്ഞത്? ഈ പിണറായി സർക്കാർ പറഞ്ഞിരുന്നത് കേന്ദ്രത്തിന് ഞങ്ങൾ കത്തയക്കുകയാണ്, ഞങ്ങൾ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് മാറുകയാണ്, ഞങ്ങൾ പിന്മാറുകയാണെന്നുള്ള കത്ത് ഞങ്ങൾ അയക്കുകയാണെന്ന് പറയുന്നു. പക്ഷേ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ വാസുകിയുടെ ഭാഗത്ത് നിന്ന്, വാസുകി IAS-ന്റെ ഭാഗത്ത് നിന്നുള്ള ഇതിൽ നിന്ന് മുന്നോട്ട് പോകാൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് മാത്രം പറയുന്ന ഒരു കത്ത് മാത്രമാണ് കേന്ദ്രത്തിലോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ ഈ കത്ത് എവിടെ പോയി? ഞങ്ങൾ പിന്മാറുകയാണെന്ന് പറഞ്ഞ കത്ത് എവിടെ പോയി? കേരളത്തിലെ എല്ലാ മനുഷ്യരെയും പറ്റിക്കുക മാത്രമല്ല, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ നിന്ന CPI-യെ പോലും പറ്റിക്കുന്ന ഒരു നിലപാടാണ് നിങ്ങൾ എടുത്തത്. എന്നിട്ട് അതിനെ ഇപ്പോഴും ന്യായീകരിക്കാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ. ഇപ്പോൾ VD സതീശൻ ഒപ്പിട്ടതൊക്കെ നമ്മളായിരിക്കാം, പക്ഷെ VD സതീശൻ ഇതുമായി മുന്നോട്ട് പോകുന്നു? ഒരു ഈ പറയുന്ന പോലെ 4ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധി വെച്ച് ആലോചിച്ചാൽ പോലും നമുക്ക് ഇതിന് തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, ആ കരാറിലൊരു ക്ലോസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കേന്ദ്രവും അല്ലെങ്കിൽ പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനവും ഒരുമിച്ചൊരു കരാർ അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ എത്തിയാൽ മാത്രമേ ഈ ഒരു പിന്തിരിയലിന് അവിടെ ഒരു വാലിഡിറ്റി വരുന്നത്. അല്ലാതെ ഈ സംസ്ഥാനം വേണ്ട, ഞങ്ങൾക്ക് ഈ ഒരു പദ്ധതി വേണ്ടെന്ന് പറഞ്ഞ് സംസ്ഥാനം പിന്മാറിയാൽ അത് എക്സ്പയർ ആവുന്നില്ല, ഈ ഒരു പദ്ധതി ഇല്ലാതാവുന്നില്ല. അതൊരാളും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അതെ, വെറുതെ കട്ടൻ ചായയും പരിപ്പൂടെയും കഴിച്ചിട്ട് വന്നതല്ല, അവിടെ ഒപ്പിട്ടതാണ്. അവിടെ മോദിയും നമ്മുടെ പിണറായി വിജയനുമായിട്ടുള്ള ഡീലല്ല നടന്നത്, കേന്ദ്രവും കേരളവുമായിട്ടുള്ള ഒരു ഡീലാണ് നടന്നത്. ഒരു റിട്ടൺ എഗ്രിമെന്റ് ആണ്. ഇതിൽ നിന്ന് തോന്നുന്നത് പോലെ തിരിച്ചു പോകാൻ കഴിയുമോ? നമ്മൾ വെറുതെ ഒരു വാടക വീടെടുത്ത് അതിന്റെ എഗ്രിമെന്റ് എഴുതിയാൽ പോലും അതിന് എന്തെല്ലാം നൂലാമാലകളുണ്ട്. അപ്പോൾ കേന്ദ്രവും സംസ്ഥാനവുമായിട്ട് നടക്കുന്ന ഒരു എഗ്രിമെന്റിൽ എങ്ങനെയാണ് പെട്ടെന്ന് പിന്നോട്ട് മാറാൻ കഴിയുന്നത്? അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പറയണം, ഞങ്ങൾ ഒപ്പിട്ട് പോയി, ഞങ്ങൾക്ക് അതിൽ നിന്ന് പിന്മാറാൻ കഴിയുന്നില്ല എന്ന്. അതിൽ നിന്ന് പിന്മാറിയതുമില്ല. അതിനുശേഷം വരുന്ന സർക്കാരിനെ ഇങ്ങനെ വിമർശിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്ത് ആശയമാണ് നിങ്ങൾ മുന്നോട്ട് കൊടുക്കുന്നത്? എന്നിട്ട്
നമുക്കൊക്കെ വളരെ റെസ്പെക്റ്റ് ഉള്ള നേതാക്കളാണ് കെ ശൈലജ ടീച്ചറൊക്കെ. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരാമർശങ്ങൾ ശ്രദ്ധിച്ചായിരിക്കണം. ഇപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞ കാര്യമാണ്, നമുക്ക് ഇതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത എന്ന് പറയുന്നത് നമുക്കില്ല. പക്ഷെ നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് കരിക്കുലം ഞങ്ങൾ നിശ്ചയിക്കാം, സ്കൂളുകൾ ഞങ്ങൾ തിരഞ്ഞെടുക്കാം എന്നുള്ള 2 നിബന്ധനകൾ അങ്ങോട്ട് ആവശ്യപ്പെടാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഉറപ്പ് നൽകുന്നു എന്ന് പോലും പറഞ്ഞിട്ടില്ല. കേന്ദ്രത്തോട് ഇത് ആവശ്യപ്പെടാം, കേന്ദ്രം സമ്മതിക്കുകയാണെങ്കിൽ ഇത് അനുവദിക്കാമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ അതിശയപ്പെടുകയാണ് ശരിക്കും പറഞ്ഞാൽ. 2 സർക്കാരുകളുടെ അല്ലെങ്കിൽ അവരുടെ തമ്മിലുള്ള നിലപാടുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കണേ. അതായത് ഇപ്പോൾ UDF സർക്കാർ പറയുന്നു ഈ ഒരു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നയത്തിലെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു കാവ്യവൽക്കരണം അല്ലെങ്കിൽ അവരുടെ അജണ്ട അടിച്ചേൽപ്പിക്കരുത്, ഞങ്ങൾ പറയുന്നതായിരിക്കണം ഇവിടെ കുട്ടികൾ പഠിക്കേണ്ടത് എന്നുള്ള അജണ്ട, അതായത് ഈ ഒരു ക്ലോസ് ഇതിൽ ഉൾപ്പെടുത്തണം, അത് ഞങ്ങളുടെ ഒരു കണ്ടീഷനാണ്. കൂടാതെ ഏതെല്ലാം സ്കൂളുകളിൽ ഈ ഒരു പദ്ധതി അപ്ലൈ ചെയ്യണമെന്നുള്ളതും ഞങ്ങൾക്ക് തീരുമാനിക്കണം എന്നുള്ള ക്ലോസ് വെക്കണമെന്നുള്ളത് ജനങ്ങളോടടക്കം പറയുകയാണ്. ഓക്കെ, വി.ഡി. സതീശൻ പറയുകയാണ്, ഇത് ഒരു പൊതുജനങ്ങളെ അറിയിക്കുകയാണ്, ഞങ്ങൾ ഇതുപോലെ 2 ക്ലോസുകൾ മുന്നോട്ട് കേന്ദ്രത്തിനോട് വെച്ചു എന്ന്. പക്ഷേ കഴിഞ്ഞ സർക്കാർ ഇതുപോലെ ഈ ഒരു പദ്ധതിയിൽ ഒപ്പിട്ടത് ഒരു പൊതുജനങ്ങൾ അറിഞ്ഞിട്ടില്ല, ഇതിൽ എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ചതെന്ന് അറിഞ്ഞില്ല, ഇതിൽ എത്ര ഫണ്ട് വരുമെന്നൊന്നും അറിയുന്നില്ല. കാരണം ജനങ്ങൾ അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പദ്ധതി ഒപ്പിട്ടതിന് ശേഷം പിറ്റേ ദിവസം വരുന്ന ദേശാഭിമാനിൽ വലിയൊരു 8 വാർത്തയാണ്. PM ശ്രീ പദ്ധതി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു തലവര മാറ്റാൻ പോകുന്നു എന്ന രീതിയിലുള്ള വാർത്ത വരികയാണ്, വലിയൊരു ലേഖനം വരികയാണ്. തുടർന്ന് അതിനെക്കുറിച്ച് ഒരു വിമർശനങ്ങൾ ഉണ്ടാകുന്നു, അതിൽ പ്രതിഷേധങ്ങളും വിവാദങ്ങളും കാര്യങ്ങളും ഉണ്ടായതിനു ശേഷം അതിനെക്കുറിച്ച് പിന്നെ ഒരു പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം കാര്യങ്ങളും ഒന്നും ഉണ്ടാകുന്നില്ല ഇതുപോലുള്ള പാർട്ടി പത്രങ്ങളിൽ നിന്നും മീഡിയകളിൽ നിന്നും. അപ്പോൾ ഒരു രാവും പകലും തമ്മിലുള്ള ഒരു അന്തരമാണ് 2 സർക്കാരുകളുടെ നിലപാടുകൾ തമ്മിൽ. അതെ, ഈ പറഞ്ഞ വ്യത്യാസം 2 സർക്കാരുകളും തമ്മിലുണ്ട്. ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാരിന് ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് മാറാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് ചെയ്യണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. പക്ഷേ ഇത്തരത്തിൽ അന്ന് ഒപ്പിട്ടപ്പോൾ അതിനെതിരെ സംസാരിക്കാൻ തയ്യാറാകാത്തവർ ഇപ്പോൾ അതിനെതിരെ സംസാരിക്കുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. അത് SFIയെയും DYFIയും നമ്മൾ വിമർശിക്കുന്നതിന്റെ കാരണവും ഇതാണ്. ഈ SFI എന്നൊക്കെ പറയുന്ന SFI ആവട്ടെ KSU ആയിട്ടെ ഇവരെല്ലാം വിദ്യാർത്ഥി സംഘടനകൾ എന്നല്ലേ ഇവരുടെ പേര് എന്ന് പറയുന്നത്. സ്കൂൾ തലം മുതൽ രാഷ്ട്രീയം പഠിപ്പിക്കാൻ നടക്കുന്നവരല്ലേ ഇവർ. അപ്പോൾ ഈ സ്കൂളുകളെ ബാധിക്കുന്ന ഇത്തരം വിഷയമുണ്ടായപ്പോൾ ഇവർ എന്ത് ചെയ്യുകയായിരുന്നു? ഉറക്കമായിരുന്നല്ലോ. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ എന്റെയോ ആഷിക്കിന്റെയോ രാഷ്ട്രീയ പശ്ചാത്തലം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ ആശയം എന്ന് പറയുന്നത് എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമുക്കൊരു നിലപാടുണ്ടാകണ്ടേ? കാണുന്ന എല്ലാ കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ആകരുത് നമ്മുടെ നിലപാട് എന്നുള്ളതാണ് എൻ്റെ സ്റ്റാൻഡ്. അപ്പോൾ യുവജന പ്രസ്ഥാനങ്ങളായാലും വിദ്യാർത്ഥി സംഘടനകളായാലും ആ മിനിമം മാന്യത പാലിക്കേണ്ടിയിരിക്കുന്നു. PM ശ്രീയിൽ വിമർശനം ഉന്നയിക്കേണ്ടിടത്ത് വിമർശനം ഉന്നയിക്കണം. അത് ഏത് സർക്കാരാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിലും ആ വിമർശനം ഉണ്ടാകണം. ഇപ്പോൾ CPI ശക്തമായി നിന്നതുപോലെ, പക്ഷേ അവസാനം CPIയെ പോലും പറ്റിക്കുന്ന ഒരു നിലപാടല്ലേ പിണറായി വിജയൻ എടുത്തത്. അപ്പോൾ ഇതിനൊക്കെ ഉത്തരമുണ്ടാകണം. ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ സ്കൂളുകളിൽ മോദിയുടെ വലിയ ചിത്രം വയ്ക്കുന്നതിൻ്റെ വലിയ പോസ്റ്ററുകളോ അല്ലെങ്കിൽ പെയിന്റിങ്ങുകളോ കണ്ടാൽ അതിനു മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയല്ലായിരുന്നു നിങ്ങൾ വേണ്ടത്. ഇതിനു മുൻപ് വേരിനായിരുന്നു വളം വെക്കേണ്ടിയിരുന്നത്. എന്തുകൊണ്ടത് ചെയ്തു എന്നുള്ള ചോദ്യമായിരുന്നു ഉന്നയിക്കേണ്ടത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രിക്കും മുൻ മുഖ്യമന്ത്രിക്കും കൃത്യമായ ധാരണയുണ്ടായിരുന്നു കേരളത്തിൽ ഇതിന്റെ ചർച്ചകൾ നടന്നാൽ ഇത് ഒരിക്കലും സാധ്യമാകില്ല എന്നുള്ള കാര്യം. അപ്പോൾ അന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ പൈസ വേണ്ടേ, പിന്നെ ആ പണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കേരളത്തെ എടുത്തിട്ടത് വലിയ പടുകുഴിയിലായിപ്പോയി.